ഇതെനിക്കല്ലടോ, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക്. പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാള്, വരികൾക്കിടയിൽ വാക്കുകൾ കണ്ടെത്താൻ കഴിയുന്ന ഒരാള്, അങ്ങനെ ഒരാള് ജീവിതത്തിൽ കൂട്ടായി വരുന്നത് അതൊരു വലിയ ഭാഗ്യ. എന്തായാലും സൂക്ഷിച്ചു പോ. ശരി ശരി. അയാള് എന്നാ സാർ சொன்னது? എനിക്കും കുറേ ഒന്നും മനസ്സിലായിടാ. கொஞ்சம் லூஸ் இருக்கா? അത് ഈ പുസ്തകങ്ങൾ വായിക്കുന്നവർക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നിത്യ മാഡത്തിക്കാ പോടാ സാർ. അതെ, ഞാൻ ചോദിച്ച കാര്യത്തിന് മറുപടി ഒന്നും പറഞ്ഞില്ല. നമ്മൾ എന്ത് ചെയ്യൂന്ന് തീരുമാനം എടുത്തോ? എന്റെ ചന്ദ്രികയെ, നീ അതിനെക്കുറിച്ച് ടെൻഷനൊന്നും ആവണ്ട. ഏട്ടന് വേണ്ട സഹായങ്ങൾ എന്താണോ അത് കണക്കൊന്നും നോക്കാതെ ചെയ്യാനാ എന്റെ തീരുമാനം. കൊടുക്കുന്നത് കൂടിപ്പോകുന്നുള്ള പേടിയൊന്നുമില്ല എനിക്ക്. കുറഞ്ഞു പോകരുത്. ഏട്ടന് നെത്തിക്കും നമ്മളല്ലേ ഉള്ളൂ. ആ, നളിനി എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കുന്നത് വെറുതെ. ഒക്കെ എന്റെ കണക്കിലുണ്ടോ. എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? ഞങ്ങ നിത്യ മാഡത്തിക്ക് പ്രസന്റുമായിട്ട് വന്ന സാർ. അല്ല, ഞങ്ങൾ ചുമ്മാ വന്നതേ ഉള്ളൂ. ആ മോനെ, ഇയാളെ മനസ്സിലായോ? കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ചെറിയച്ഛന്റെ ഭാര്യ ചന്ദ്രിക. വണക്കം. വേറെ ഒന്നും തോന്നല്ലേ മോനെ. എന്റെ വീട്ടിലെ ആങ്ങളെ കിടപ്പില്ല. ചെന്ന് നിൽക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചെന്ന് നിന്നതാ കുറച്ചു ദിവസം. ആ, നിങ്ങളിരിക്കെ. നിത്യമോളെ, ദാ ജീവൻ വന്നിരിക്കുന്നു. നിങ്ങളിരിക്കെ. ആഹാ, അപ്പൊ എല്ലാരും ഉണ്ടല്ലോ. ഇരിക്കും മോനെ. എന്തായാലും സുജാതയും കുടുംബവും നല്ല ബന്ധുസ്നേഹമുള്ളവരാ. ഒരു ദിവസം ആ വടക്കേലെ സരള എന്നോട് ചോദിച്ചു, കല്യാണം ഉറപ്പിച്ചവര് ഈ വീട്ടിൽ നിന്ന് പോവാറില്ലേ നളിനീന്ന്. ഒരു കാര്യം ചെയ്യാം, സരളയ്ക്കുള്ള മറുപടി ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. നീ പോയിട്ട് അവളോട് ഇങ്ങ് വരാൻ പറ. അയ്യോ, അത് വേണ്ട. വെറുതെ എന്തിനാ ഒരു പൊല്ലാപ്പ്? ഒരു പൊല്ലാപ്പില്ലെന്നേ. നീ അവളെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റൂ. സരളേ വേറൊരു സ്ഥലത്തേക്ക് പോയിരിക്കുക. ഞാൻ കണ്ടുപോണത്. അപ്പോ എല്ലാവർക്കും കാര്യം മനസ്സിലായി കാണുമല്ലോ. സംശയം സരളയ്ക്കല്ല, നളിനിക്ക് തന്നെ. എന്തിനാ നളിനി, നിന്റെ നാവൊരിടത്ത് അടങ്ങി കിടക്കൂലേ? ചെല്, പോയി ചായ എടുക്ക്. മോനെ, അത് കാര്യാക്കണ്ടോ. அந்த அம்மாயை நமக்கு தெரியாதா சார்? എനിക്ക് ഒരുപാട് സെലക്ഷൻസ് ഒന്നും അറിയില്ല. ഇഷ്ടപ്പെടുമെന്ന് നോക്ക്. ഇഷ്ടപ്പെടും സാർ. കൊടുത്ത നീങ്ക തന്നെ. ഏട്ടനും അനിയനും ഒത്തതോടെ
എന്ത് പറഞ്ഞാലും എന്റെ മെക്കെട്ട് കയറാം. കാണിച്ചു കൊടുക്കാൻ ഞാൻ. ഇനി മണവാളം ഇടയ്ക്കിടയ്ക്ക് കേറി വരുന്നത് എനിക്കൊന്ന് കാണണം. നോക്കിക്കോ, ഞാൻ എന്റെ അമ്മയോട് പറയുമല്ലോ, നാളെ മുതൽ നീയൊക്കെ കളിക്കുന്ന എനിക്കൊന്ന് കാണണം. അയ്യേ, ഇയാളുടെ അടുത്ത് ആരാ ഞങ്ങളോട് കളിക്കാൻ പറഞ്ഞേ? തോറ്റിട്ട് പറയുന്നില്ലേ? ആര് തോറ്റു? നീയൊക്കെ കൂടി എന്നെ പറ്റിച്ചാലേടാ. ഗോളടിക്കാൻ പോയപ്പോ കാലേറ്റ് വീണിട്ട് ഞങ്ങള് പറഞ്ഞിട്ട് എന്തിനാ? ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിക്കടാ, ഞാനിപ്പോ അമ്മയെ വിളിച്ചോണ്ട് വരാം. ഏട്ടന്മാരിപ്പോ ചായ കുടിച്ചതേ ഉള്ളൂ, അതുകൊണ്ടാ എടുക്കാഞ്ഞേ. നിന്റെ വിശദീകരണം ഒന്നും വേണ്ട നളിനി, അങ്ങോട്ട് കൊടുക്ക. ഞാൻ തരും. ജിയോ മോനെ, ബിസിനസ് കാര്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയാ? ദേ, ആസ്തി അറിയാനോ ബിസിനസിന്റെ മൂല്യം അറിയാനോ ഒന്നും ചോദിച്ചാലോ കേട്ടോ. മോൻ കുടിക്കേ. എൻ്റെ ബിസിനസ് ഓൺലൈനിലെ ചെറിയച്ച കുറേ ഷെയർസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ്സും ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നോക്കി നടത്തണം. ഓ, അപ്പോ വലിയ കളികളാ. ചായ കുടിച്ചാ? അയ്യോ, അറിവിറക്കണ എന്തൊരു ക്ഷീണം. നീ എന്ത് വൃത്തിയോടെ കാണിക്കുന്നേ? ചായ വേണമെങ്കിൽ നിനക്ക് വേറെ തരില്ലേ? 3-4 ഗോൾ അടിച്ചിട്ട് വരുന്ന വഴിയാ, എല്ലാ പിള്ളേരെയും തോപ്പിച്ചു. ആ, പിള്ളേര് കൂവി വിളിക്കുന്ന കേട്ടപ്പോ മനസ്സിലായി. നിനക്ക് നാണമില്ലടാ ഈ കൊച്ചു പിള്ളേരോട് കളിക്കാൻ. എന്തിനാ നാണം? അമ്മ പറയല്ലോ ഞാൻ കൊച്ചുകുട്ടിയാന്ന്. അയ്യേ, അമ്മേ, തിന്നാൻ എന്തെങ്കിലും എടുക്ക്. നളിനി, മോന് വേറെ ചായ എടുത്തു കൊടുക്ക. ഞാൻ ഇട്ടു കൊടുത്തോളാം അച്ഛ ചായ. ഓ, നിത്യമോള് ഇപ്പോഴേ ജീവന്റെ കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങി. അമ്മായി, ചായ സൂപ്പറാ இருக்கு. മോളെ വീണേ, ഹരി. മോള് വാ ഇരിക്ക്. ഹരി എന്തിയെ മോളെ? ഹരിയേട്ടൻ അപ്പുറത്ത് ഉമ്മറത്തുണ്ട്. എടാ ഹരി, നീ ഒന്നിങ്ങ് വന്നേ. മോളെ, ദേ ഇതൊക്കെ നിന്റെ അമ്മയുടെ ആഭരണങ്ങളാ. മക്കളെ, ഒക്കെ മുമ്പത്തെ ഫാഷനാ കേട്ടോ. മുമ്പത്തെ ഫാഷൻ എന്നൊക്കെ പറഞ്ഞ അതൊക്കെ അല്ലേ ആവർത്തിച്ച് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. മോളെ, ഏതൊക്കെയാ നിനക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നോക്കി ബാക്കിയുള്ളത് നമുക്ക് മാറ്റി പണിയാം. എന്താ, മോളൊന്ന് നോക്കിക്കേ.
എടാ മോളെ ഇത് അവസാനം വരെ നിന്റെ അമ്മ കഴുത്തിലിട്ടിരുന്ന മാലയാ. മോൾ ഇതൊന്നും ഇട്ടേ. അല്ലച്ച ഇത് പിന്നെ ഇട്ടാ പോരെ? അല്ല, ഇതൊന്ന് കഴുത്തിലോട്ട് ഇടും മോളെ. അല്ലച്ച അത് പിന്നെ ഇട്ടാ പോരെ? അതല്ല, ഇതിപ്പോ കഴുത്തിലോട്ട് നിടുകുട്ടി. ആ ആ ആ മക്കളെ, ഇതിനിടയിൽ പല സംസാരങ്ങളും വിഷയങ്ങളൊക്കെ നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. അതൊക്കെ മോള് മറന്നു കളയണം. ഇനി നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവരുത് കേട്ടോ മോളെ. ഇല്ലച്ച, ഇനി എന്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എടാ, നീ എവിടെ ആയിരുന്നു? നീ ഇതേ ഇങ്ങോട്ടൊന്നിരുന്നേ. എന്നിട്ടിതേ മോൻ ഇതൊക്കെ ഒന്ന് നോക്കിക്കേ. എടാ, ഏതൊക്കെ കയ്യിലെടുക്കാം, ഏതൊക്കെ മാറ്റിപ്പണിയാന്ന് നീ തന്നെ ഒരു ലിസ്റ്റ് എടുത്തേ. ഇതൊന്നും മാറ്റിപ്പണിയണ്ടച്ച, എല്ലാം നല്ലതാ. നീ എന്താടാ കുന്തം മെഴുകിയതുപോലെ നിൽക്കുന്നേ? അല്ലെങ്കിൽ തന്നെ ആഭരണങ്ങളെ കുറിച്ച് നിനക്കെന്താ അറിയാം അല്ലേ? അതെ, ഒരു പെണ്ണ് നിന്റെ ജീവിതത്തിലോട്ട് വന്നു കയറട്ടെ, സ്വർണത്തിന്റെ വിലയെക്കുറിച്ചും ആഭരണത്തിന്റെ ഭംഗിയെക്കുറിച്ചൊക്കെ നീ പഠിച്ചോളും. എടാ, കല്യാണത്തിന് മുമ്പ് ഞാനിങ്ങനെയൊക്കെ തന്നെ ആയിരുന്നടാ. സത്യം പറഞ്ഞ പിന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായത് മുതല് വല്ലാത്തൊരു ടെൻഷനാ മോനെ. അല്ല, ഞാനതൊന്നും തലയിൽ വെച്ച് നടക്കാനൊന്നും പോകുന്നില്ല. എല്ലായിടത്തും നിങ്ങൾ രണ്ടാളുടെ തലയിലോട്ടങ്ങ് വെച്ച് തരും. മോനെ, ഒരു കുറവില്ലാതെ നീ അങ്ങ് നടത്തിക്കൊള്ളണം കേട്ടാ. ഹരിയേട്ടാ, ഇത് കൊള്ളാല്ലേ? അല്ലെങ്കിലേ ഒന്നും മാറ്റണ്ട. അമ്മയുടെ ഓർമ്മ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. സത്യം പറഞ്ഞാ മോളെ, ഇത് അച്ഛൻ അങ്ങോട്ട് പറഞ്ഞാലോ എന്ന് കരുതിയതാ. പിന്നെ എല്ലാം നിന്റെ ഇഷ്ടത്തിന് വിടാന്ന് വിചാരിച്ചു. എന്നാലും മോനെ, എടാ, കുറച്ചുകൂടെയൊക്കെ എടുക്കണം കേട്ടോ. അതിപ്പോ എത്ര വേണ്ടെന്നൊക്കെ നീ തന്നെ തീരുമാനിച്ചാ മതി. അതിന് കണക്കൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മോനെ. ഇനിയിപ്പോ കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കണം. മോളെ, നീ ഇത് അകത്ത് കൊണ്ടുപോയി വെക്ക. എന്നിട്ട് ഏതിനെങ്കിലും കൊളുത്തു പോയിട്ടുണ്ടോ പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ മോള് നോക്കണം കേട്ടോ. ആ നീ ഇടയ്ക്കിടയ്ക്ക് ഒരു ചിന്തയിലോട്ട് പോകുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. മോനെ, ജീവിതം അങ്ങനെയാ മോനെ. ചില കാര്യങ്ങളില് നമ്മളെ വല്ലാണ്ടങ്ങ് കൊതിപ്പിച്ച് നമ്മുടെ കൈ അകലത്തോടി അങ്ങ് കടന്നുപോകും. അത് പോട്ടടാ, കുറവുകളൊക്കെ തീർത്ത് നിന്നെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു പെൺകുട്ടി നിന്റെ ജീവിതത്തിലോട്ട് കടന്നു വരും കേട്ടോടാ മക്കളെ. പുസ്തകങ്ങൾ ഇഷ്ടായോ? ആരിതൊക്കെ സെലക്ട് ചെയ്തേ? സെലക്ട് ചെയ്തത് ഞാൻ തന്നെയാ. എന്തുപറ്റി? വായിക്കണമെന്ന് ആഗ്രഹിച്ച പുസ്തകങ്ങളാ. ചില പുസ്തകങ്ങളും അതിന്റെ റൈറ്റേഴ്സും ഒക്കെ മനസ്സിലെങ്ങനെ ഉടക്കി കിടക്കുന്നതാ. അതെല്ലാം കൂടെ ഒന്നിച്ച് കിട്ടിയതിന്റെ സന്തോഷം. ഓ, ഭാഗ്യം. സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ പേടിച്ചിരുന്നു.
ഇനി മുതൽ എന്താഗ്രഹം മനസ്സിലുണ്ടെങ്കിലും മടിക്കാതെ എന്നോട് പറയണം. അത് നടത്തി തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആഗ്രഹങ്ങൾ പറയാൻ പേടിയാ. അമ്മയോടും അതെ, മോനോടും അതെ. പിന്നെ അത് നടത്താതെ ഉറങ്ങില്ലല്ലോ രണ്ടുപേരും. എനിക്ക് തന്നെ മതിയെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇപ്പം മനസ്സിലാവുന്നുണ്ട്, താൻ ജനിച്ചു തന്നെ എനിക്ക് വേണ്ടിയിട്ടാ. നമ്മുടെ ജീവിതം ഒന്ന് പ്ലാൻ ചെയ്യാനുണ്ട് കേട്ടോ. എന്ത് പ്ലാൻ? നിത്യം ഒരുപാട് ദൂരെയൊന്നും പോയിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? പോണ്ടേ? ഒരുപാട് സ്ഥലങ്ങൾ കാണണ്ടേ? വേണ്ട. അച്ഛന് തനിച്ചൊക്കെ എവിടെ പോയാലും എനിക്ക് സമാധാനം കിട്ടില്ല. എന്നാ വേണ്ട. ഇപ്പൊ തോന്നുന്നുണ്ടോ ആഗ്രഹിച്ചതൊന്നും എന്നെ വിവാഹം കഴിച്ച സാധിക്കില്ലെന്ന്? കുറെ സ്ഥലങ്ങളല്ലേ കാണാതിരിക്കൂ. തന്നെ കാണാലോ കണ്ണു നിറയെ. എന്താ വിമലേട്ടാ? ഒന്നുമില്ല. അമ്മേ, വെള്ളം ഇത് പോരാ, ഒരു ബക്കറ്റ് കൂടി വേണ്ടി വരും. എന്ത്? അയ്യോ, എന്തു പറ്റിയുമല്ല? അറിഞ്ഞൂടാ, എന്തോ പറ്റിയിട്ടുണ്ട്. പുള്ളിക്കാരനെ കൊണ്ട് ശല്യമൊന്നുമില്ലല്ലോ ഇപ്പോ? ഇല്ല, അച്ഛനെ അമ്മായിക്കും മോനും നല്ല പേടിയാ. അത് നന്നായി. ഇനി തന്നെ ദ്രോഹിച്ചാലേ എന്നെ കൂടി അവര് പേടിക്കേണ്ടി വരും. അല്ല, ശ്രുതിയെ കണ്ടില്ലല്ലോ? ആ, അത് പറയാൻ മറന്നു. ശ്രുതി സാരയുടെ അടുത്തേക്ക് പോയിരിക്കാം. സാറിന്റെ അടുത്തേക്കോ? അതെ. ഞാനേ ഇപ്പോഴാ ഓർത്തത്, ഇവിടെ ഒന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു സ്ഥലത്തേക്ക് കയറണമെന്ന് അമ്മ പറഞ്ഞായിരുന്നു. പറഞ്ഞ സമയം ഞാൻ ഇറങ്ങട്ടെ? ഞാൻ അച്ഛനെ വിളിക്കാം. വേണ്ടടോ, താൻ പറഞ്ഞാൽ മതി. ശരി എന്നാ. ശരവണ, വണ്ടി കയറാം. கொஞ்சம் லூஸ் இருக்கா? അച്ഛാ. ആ വല്ല നീലെങ്ങോട്ടാ? ശ്രേയ ഒന്ന് കാണണോന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് വരാം. ഓ, എടാ നീ ആഭരണങ്ങളൊക്കെ നന്നായിട്ട് നോക്കിയോ? നോക്കി അച്ഛാ, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ, പിന്നെ മോള് ശ്രേയോട് കല്യാണക്കാര്യം പറയണം. കല്യാണ തലേന്ന് വരാനൊന്നുമല്ല, കുറച്ചു ദിവസം മുമ്പേ ഇവിടെ വന്ന് നിൽക്കാൻ തന്നെ പറയണം കേട്ടോ. ഒരു കൂട്ടുവാവല്ലോ. പറയാ. ആ, എന്നാ മോള് പോയിട്ട് വാ. നീ ഇപ്പൊ എങ്ങോട്ടും പോണ്ട, ഇവിടെ ഇരുന്നാ മതി. എനിക്ക് പോണ്ട കാര്യമുണ്ട്. എന്ത് കാര്യം? പുറത്തേക്ക് പോണ്ട കാര്യങ്ങളൊക്കെ നീ അവസാനിപ്പിച്ചല്ലോ. എടാ, അതെ, മോള് എന്നോട് ചോദിച്ചായിരുന്നു. ഹരിയേട്ടന് പേടിയാ അച്ഛാ, ഞാൻ പഴയതുപോലെ വീണ്ടും ആയിപ്പോവൂന്ന്. ഓ, ഹരിയേട്ടൻ പേടിക്കണ്ട, എനിക്കിനി മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഞാൻ പോയിട്ട് വരട്ടെ അച്ഛാ. എടാ, അവിടെ പോയിക്കോട്ടെ. എടാ, അതെ, ഇനി കുറച്ചു ദിവസമല്ലേ അവർക്ക് കൂട്ടുകാരോടൊക്കെ നടക്കാൻ പറ്റൂ. അല്ല, നീയും പോവുകയാണോ? എനിക്കൊരാളെ കാണാനുണ്ട്. ആ, എന്നാ പിന്നെ
അവളെ ശ്രേയയുടെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് നിനക്ക് അങ്ങ് പോയാൽ പോരായിരുന്നു. ഞാൻ ആ വഴിക്കൊന്നുമല്ല. ഓ, നിർത്ത്, 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 നിർത്താൻ, നിർത്ത്. നിർത്തറിയോ? ഇവരാണ് എന്താ അമ്മായി? പ്രധാനപ്പെട്ട ഒരു കാര്യം മോനോട് പറയാൻ വേണ്ടിയാ ഞാൻ മാറി നിന്നത്. പെട്ടെന്ന് പോന്നപ്പോ വേറെ മാർഗമില്ലാത്തോണ്ട് ഇടവഴി കൂടെ ഓടി വന്നതാ.